ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ ഫോൺ വയ്ക്കുന്ന സ്റ്റാൻഡ് ഉണ്ടല്ലോ, ഡണ്ടക്കെട്ടടക്കായിട്ട് കിടക്കുന്നു. ഞാൻ കാണിച്ചു തരാം അയ്യോ സോറി കേട്ടാ, സോറി. ബാക്ക് ക്യാമറ എടുക്കണമെങ്കിൽ പിന്നെ നമ്മളാ വീഡിയോ കട്ട് ചെയ്യേണ്ടി വരും ബാക്ക് ക്യാമറ എടുക്കണമെന്ന് എനിക്ക് തോന്നണം. അതുകൊണ്ട് തന്നെ അത് വീണ്ടും ഞാൻ പിന്നെ ഒറ്റ വീഡിയോ ആയിട്ടെടുത്ത് ഒരാപ്പിലും കയറ്റാണ്ട് ഡയറക്റ്റ് അങ്ങ് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. പിന്നെന്തുണ്ട്? വീഡിയോ എടുത്തെനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പം നമ്മൾ 2 ദിവസമായി രണ്ട് ദിവസം വീഡിയോ ഇട്ടിട്ട് ഇന്നലെ ലൈവ് വന്നില്ല. ഞാനൊരു 10 മിനിറ്റോ 20 മിനിറ്റോ ലൈവ് വന്നു. അപ്പം ഞാൻ നോക്കുമ്പോണ്ടല്ലോ, നമ്മൾ വീഡിയോസ് ലൈവാക്കി ഇട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് വാച്ച് ഓവർ കുറയുന്നുണ്ട് കേട്ടോ. അത് അറിയുന്നവർക്ക് അറിയാം, നമുക്കറിയാം. എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ ശ്രദ്ധിച്ചപ്പോൾ ഉണ്ടല്ലോ, അത് കുറയുന്നുണ്ട്. അത് കരുതിയിട്ടാണ് ഞാനിന്ന് വീഡിയോയും വേണ്ട ലൈവും വരണ്ടെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നിട്ടാണ് ഇപ്പം അത് ശ്രദ്ധിച്ചപ്പോൾ 2 ദിവസം കൊണ്ട് എനിക്കതൊരു ഡൗട്ട്. ഇനി എൻ്റെ ഡൗട്ടാണോ എന്ന് എനിക്കറിയില്ല. നമ്മൾ നിത്യവും വീഡിയോ ഇട്ടില്ലെങ്കിലോ ലൈവ് വന്നുകൊണ്ടിരിക്കണം, നമ്മൾ ലൈവ് വന്നില്ലെങ്കിലോ ഒക്കെ വാച്ച് ഓവർ കുറയുമെന്ന് തോന്നുന്നു. അപ്പോൾ എന്നാ കരുതി ഒരു വീഡിയോ ആയിക്കോട്ടെ എന്നും പറയുന്നതാണ്. നിങ്ങളെ അമ്പലത്തിൽ ഉത്സവം തുടങ്ങി. ഞാൻ ലൈവ് വന്നിട്ട് എനിക്ക് തോന്നുന്നത് നമ്മളൊന്നും അത്രയ്ക്ക് വലിയ യൂട്യൂബറൊന്നും അല്ലാത്തത് കൊണ്ടായിരിക്കും. നമ്മൾ ലൈവ് പുറം കാഴ്ചകൾ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ കാണാനൊന്നും ആരുമില്ല കേട്ടോ. ഞാൻ ഉത്സവത്തിൻ്റെ ആ ഒരു ലൈവ് വന്നു. പക്ഷേ അതിൽ ഒരു 100 പേര് പോലും കയറിയില്ല. 75 പേരാണ് അപ്പോഴേ കയറിയത്. പിന്നെ അതിന് ശേഷം എന്താണ് ഓരോരുത്തരായിട്ട് കാണുന്നതെന്ന് തോന്നുന്നു. അന്നേരം ആ സമയത്ത് നോക്കിയപ്പോൾ 75 പേര്. അപ്പം നമ്മൾ വീട്ടിലിരുന്ന് വീഡിയോ കഥ പറഞ്ഞാലും പുറത്തോട്ട് പോയി വീഡിയോ എടുത്താലും ഒക്കെ കണക്കാണ്. കാണാനൊന്നും ആരുമില്ല. നമ്മളൊക്കെ അറിയപ്പെടുന്ന ഒരു യൂട്യൂബറൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് കാണിച്ചാലും കാണാൻ ആൾക്കാർ ഇഷ്ടത്തിനുണ്ടായേനെ. എന്ത് കോപ്രായം കാണിച്ചാലും കാണാൻ ലക്ഷങ്ങളും ഉണ്ടാവും. നമ്മളെപ്പോലുള്ള പാവങ്ങൾ എന്ത് കാണിച്ചാലും. അപ്പോൾ അതിൽ ഞാൻ 1-2 വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നോക്കിയില്ല, നിങ്ങളെ മുന്നിൽ എത്തിക്കാമെന്നും പറഞ്ഞിട്ട് ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജൊക്കെ ഫുള്ളാണെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ അതിലോട്ടൊന്നും ഇത് എഡിറ്റ് ചെയ്യാത്തത് കൊണ്ട് ചിലപ്പോൾ ഇടാൻ പറ്റുമായിരിക്കുമെന്ന് തോന്നുന്നു. എഡിറ്റ് ചെയ്യണമെങ്കിൽ സ്റ്റോറേജൊക്കെ ഫുള്ള് എന്തോ ഇത് ഗ്ലാസിൻ്റെ ഇതാണോ എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. സ്റ്റോറേജൊക്കെ ഫുള്ളായ വീഡിയോ എഡിറ്റിംഗ് ആവില്ല. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഡയറക്റ്റ് അങ്ങ് ഇടാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഉത്സവത്തിൻ്റെ ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നോക്കട്ടെ, ഇനിയിപ്പോൾ വരും ദിവസങ്ങളിലൊക്കെ ഉത്സവമാണ്. ഇന്നലെ പോയില്ല, ഇന്ന് പോയില്ല. നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് പോകണമെന്നുണ്ട്. പോയി നമ്മൾ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഓരോരോ യൂട്യൂബർ നമ്മളെല്ലാവരും സബ് ചെയ്തിട്ടുണ്ടേ. അവരൊക്കെ ലൈവ് വരുന്നതും ഷോർട്ട് ഇടുന്നതിൻ്റെയും വീഡിയോ എടുക്കുന്നതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വീഡിയോ തന്നെ ഇട്ടില്ല. അതിന് സൗണ്ട് കളയണം, വോയിസ് ഓവർ കൊടുക്കണം, അതൊക്കെ ഉള്ളതുകൊണ്ട് മടിയായതുകൊണ്ട് അങ്ങനെ പോയി. ഞാനിപ്പോൾ അങ്ങനെ കിടന്നിട്ട് ആലോചിച്ചു കേട്ടോ. 2 ദിവസം കൊണ്ട് നമ്മുടെ വാച്ച് ഓവർ അങ്ങോട്ട് കയറുന്നില്ല, കുറയുന്നുണ്ട് എന്നൊരു തോന്നൽ എനിക്ക്. എന്നാൽ ഞാൻ വിചാരിച്ചു വന്ന് വീഡിയോ എടുത്ത് നിങ്ങളെ മുന്നിൽ എത്തിക്കാം. ലൈവ് വരാൻ പറ്റുമെന്ന് തോന്നണില്ല, നോക്കട്ടെ. എല്ലാം തോന്നണില്ല എന്ന് പറയും. ഞാൻ കറക്റ്റായിട്ട് പറയണേ. ഞാനൊന്നും മുന്നേ കൂട്ടി ചെയ്യുന്നില്ല. ചില സമയത്ത് നമ്മൾ എടുക്കില്ല എന്നൊക്കെ പറഞ്ഞിരിക്കും. പെട്ടെന്ന് അടുത്തൊരു നിമിഷം നമുക്ക് തോന്നും, അയ്യോ അത് ചെയ്യാം. നമ്മുടെ മനസ്സ് അങ്ങനെയാണ്. പല സമയത്തും പല ഇതാണ്. ഇപ്പം നമ്മൾ വിചാരിക്കുന്നതും ചിന്തിക്കും പോലെയല്ല കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക്. പലരും നമ്മളെ യൂട്യൂബിലുള്ള മക്കളൊക്കെ വന്ന് ചോദിക്കാറുണ്ട്, നിങ്ങൾ ലൈവ് വരില്ല. നമ്മൾ ചോദിക്കുമ്പോൾ ലൈവ് വരില്ല എന്ന് പറയും. എന്നിട്ട് നിങ്ങൾ കുറേ കഴിയുമ്പോൾ ലൈവ് വന്നിരിക്കണമെന്ന്. അതാണ് എൻ്റെ ചില സമയത്തെ മൈൻഡ് അങ്ങനെ ആയിരിക്കും. ഞാനിപ്പോൾ വേണ്ടെന്ന് വെക്കുമ്പോഴത്തേക്ക് 10 മിനിറ്റ് കഴിയുമ്പോൾ തോന്നും, അല്ലെങ്കിൽ ഒന്ന് ലൈവ് പോയാലോ, അല്ലെങ്കിൽ നമുക്കൊരു വീഡിയോ ഇട്ടാലോ. നമ്മൾ ഷോർട്ട് വീഡിയോ ഒക്കെ അങ്ങനെയാണ്. ഷോർട്ട് വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ കൂട്ടി പഠിച്ച് വെച്ചിട്ടോ അത് റിപ്പീറ്റാ എന്തെങ്കിലുമൊക്കെ ആവട്ടെ.
അങ്ങനെ എന്നും നമ്മൾ ചെയ്ത് വെച്ച് പലവട്ടം നമ്മളത് ആവർത്തിച്ച് ആ വാക്കുകളും പാട്ടുകളും പഠിച്ചെടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതല്ല. അപ്പോൾ അതിൻ്റേതായ പോരായ്മകൾ നമ്മളെ ഷോർട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാനും പറ്റും. ഞാൻ അപ്പോഴും എന്തെങ്കിലും നമ്മളിങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓരോരുത്തരുടെ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഷോർട്ട് കാണുമ്പോൾ അതിൻ്റെ പാട്ടോ കോമഡിയോ എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഞാൻ അപ്പോഴാ നിമിഷം രാത്രി ആയാലും 11 മണിയായാലും 12 മണിയായാലും 1 മണിയായാലും നമുക്ക് അപ്പോഴും തോന്നണതിന് ഞാൻ ആ നിമിഷമാണ് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇടുന്നത്. അപ്പോൾ നമ്മൾ പാട്ട് പാടുമ്പോൾ നമ്മൾ ആ ലിപ്പ് ചിലപ്പം ചുണ്ടങ്ങോട്ട് പാട്ടൊരു വഴിക്ക് പോകും, നമ്മളെ ചുണ്ട് വേറൊരു വഴിക്ക് പോകും, കോമഡി ചെയ്യുമ്പോഴേക്കും അങ്ങനെ പല ഫോൾട്ടുകളും നമ്മുടെ ഷോർട്ടിൽ പറ്റാറുണ്ട്. നമ്മളൊന്നും പഠിച്ച് എടുത്ത് വെച്ചിട്ടോ ആ സമയം കണ്ടെത്തി ചെയ്യുന്നതോ അല്ല, അപ്പോഴും തോന്നുന്നത് അപ്പോഴും നമ്മൾ ചെയ്യുന്നു. അതുപോലെ നമ്മളെ മക്കൾ ചോദിക്കുക, അവരൊക്കെ മെസ്സേജ് ഇട്ട് ചോദിക്കുക, അമ്മ ലൈവ് വരുമോ. അപ്പോഴൊക്കെ ഞാൻ പറയും ലൈവ് വരില്ല എന്ന്. കുറേ കഴിയുമ്പോൾ നമ്മൾ ലൈവ് വന്നിരിക്കും. അപ്പോഴവർ തന്നെ പറയും ഈ അമ്മയ്ക്ക് നമ്മൾ ചോദിക്കുമ്പോൾ ഭയങ്കര മോടയാണെന്ന് പറയും. പൊന്നു മക്കളെ, നിങ്ങൾ നമ്മളെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അമ്മ ഒന്നും മുന്നേക്കൂട്ടി നിശ്ചയിക്കുന്നല്ല. ചില സമയം അമ്മയ്ക്ക് വയ്യെന്ന് തോന്നുമ്പോൾ നോ പറയും. അതേ കുറച്ചൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡ് മാറി നമുക്ക് ലൈവ് വരണമെന്ന് വീഡിയോസ് ഇടണമെന്നൊക്കെ തോന്നും. അപ്പോഴങ്ങനെ ചെയ്യുന്നതാണ്. പിന്നെ ഇതൊക്കെ തന്നെയാണ്, കൂടുതലൊന്നും പറയുന്നില്ല. അമ്പലത്തിൽ ഉത്സവം തുടങ്ങി, ഇന്ന് 2ാം ഉത്സവമായി. അമ്പലത്തിൽ പോയില്ല. ഒന്നാമത് എനിക്കെന്തോ ഭയങ്കര മടിയാണ്. ഈ ഒരുങ്ങാനൊക്കെ എന്തോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ചിലർക്കൊക്കെ ഒരുങ്ങുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ചിലർക്ക് ഒരുങ്ങുന്നതും മേക്കപ്പ് ഇടുന്നതും എവിടെയെങ്കിലുമൊക്കെ പോകുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നേരെ തിരിച്ചാണ് കേട്ടോ. ജോലിയും കഴിഞ്ഞ് വീട്ടിൽ വന്ന് കയറിയാൽ പിന്നെ ഒരിടവും പോകാൻ ഒരു താല്പര്യമില്ല, ഒരു ഉത്സാഹമില്ല. എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ കുറേ എന്താ പറയണ്ട, അതും പല വീട്ടിൽ പറയണതാണ്. അപ്പോൾ ജോലിയും കഴിഞ്ഞ് വന്നാൽ പിന്നെ എനിക്ക് ഒരിടവും പോകാനൊരു ഇതുമില്ല. പിന്നെ ഒരുങ്ങണം, കാണാൻ നമുക്ക് വേണ്ടതൊക്കെ ഒരുങ്ങി പോകാനും പറ്റില്ല. നമ്മൾ അങ്ങനെയൊക്കെ വിചാരിക്കുമ്പോൾ മടിക്കും. വണ്ടിയുണ്ടേ, നടന്ന് പാടുപെടണ്ട. പിന്നെ ഒരുപാട് പേരും നടന്നൊക്കെയാണ് എന്തോരം സ്ഥലത്തൊക്കെ അവർ പോണത്. നമുക്ക് അതുപോലും അങ്ങനെ പോലും പോകണ്ട. ഒരുങ്ങി ഇറങ്ങിയാൽ വീട്ടിൽ നിന്ന് വണ്ടി എടുക്കുക, നേരെ ചെന്ന് നമ്മളെവിടെയാണ് പോകണം അവിടെ നമുക്ക് പോകാം. നടന്ന് പോലും പാടുപെടണ്ട. എന്നാൽ ബസ്സിൽ കയറി പാടുപെടണ്ട. എന്നാലും എല്ലാത്തിനും വരും. ചിലരങ്ങനെ ആയിരിക്കും. ഞാൻ ഫാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അല്ലെങ്കിൽ ഫാനിൻ്റെ കറാമ്പറ സൗണ്ടിൽ പറയുന്നതും കേൾക്കാൻ പറ്റില്ല. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. മക്കളുമാർ, ചേച്ചിമാർ, അണ്ണന്മാർ, ചെല്ലങ്ങളെ, നമ്മളെ കൂട്ടുകാരൊക്കെ നമ്മളെ കളിയാക്കാറുണ്ട്, ചെല്ലങ്ങളെ. ഫസ്റ്റ് ഞാനും പണ്ട് അതായത് ഞാൻ വീഡിയോ എടുക്കുന്ന സമയം, വീഡിയോ തുടങ്ങുന്ന സമയത്ത് കൂട്ടുകാരെ എന്ന് അതിനെല്ലാവരും കൊടുക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഷെയർ ചാറ്റിലോ ഇതിലോ കൂട്ടുകാരെന്ന് എല്ലാവരും എന്നെ കളിയാക്കി. ഇപ്പം നമ്മൾ സുഹൃത്തുക്കളെ, ചെല്ലങ്ങളെ വിളിച്ചാൽ അതങ്ങനെയായി. ചില വാക്കുകൾ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കയറി വരുന്നതാണ്. ഇപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതൊരു ടാറ്റ ബൈ ബൈ. നോക്കട്ടെ, പറ്റുമെങ്കിൽ ഒരു അരമണിക്കൂർ ലൈവും വരാം. ഉറപ്പ് പറയുന്നില്ല, നോക്കട്ടെ. എന്നിട്ട് നമ്മൾ ലൈവ് വന്നില്ലെങ്കിലോ വീഡിയോസ് ഇട്ടില്ലെങ്കിലോ യൂട്യൂബ് നമ്മളെ മൈൻഡ് ചെയ്യത്തില്ല. ആര് കാണുന്നോ കാണാതിരിക്കുന്നോ അതല്ല വിഷയം. യൂട്യൂബിന് നമ്മളെന്നും വീഡിയോ ഇടണം, ലൈവ് വരണം. അതാണ് യൂട്യൂബിൻ്റെ രീതി. ആൾക്കാർ കാണുന്നുണ്ടോ കാണുന്നില്ലെന്ന് അതൊന്നും വിഷയമല്ല. വന്നില്ലെങ്കിൽ ഉള്ളതും കൂടെ അവർ കുറയ്ക്കും. എന്നാൽ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി, സുഖനിദ്ര.